പറ്റിയതാ? BP കൂടിയതാണോ? ഒന്നും പറയണ്ടെന്റെ മോളെ. ഒന്ന് തലകറങ്ങി വീണപ്പോഴേക്കും പിള്ളേരെല്ലാം കൂടെ പൊക്കിയെടുത്തോണ്ട് ഇവിടെ കൊണ്ടിട്ട്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല മോളെ. ഞാനിപ്പോ വരാവേ. അമ്മ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അനഘ ഫോണില് കാര്യം പറഞ്ഞപ്പോ തന്നെ എന്റെ നെഞ്ചൊന്ന് കാളിപ്പോയി. എന്താ, ഞാൻ മരിച്ചു പോകുന്നു വിചാരിച്ചോ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? തമാശ പറയാൻ കണ്ടൊരു കാര്യം. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ? ആ, പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ്. ഡോക്ടറോട് ഞാൻ സംസാരിച്ചു, കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. എന്നാലും 1-2 ചെക്കപ്പ് കൂടിയുണ്ട്. അപ്പോ ഇനി എന്ത് ചെയ്യും? ദൂരെ നിന്നെങ്കിലും അർച്ചനെ ഒന്ന് കാട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് ഞാൻ അമ്മയോട് ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. കാര്യം ശരിയാ, പക്ഷെ എങ്ങനെ? ഗൂഗിൾ സാറിന്റെ വീട്ടിലേക്ക് അമ്മയും കൊണ്ട് കയറി ചെല്ലാൻ പറ്റുമോ? അമ്മ നിയന്ത്രണം വിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അത് വലിയ പ്രോബ്ലം ആവും. നേർക്ക് നേരെ കാണുമ്പോ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല. അവിടെ ചെല്ലുമ്പോ സച്ചിയോട് പറഞ്ഞ ഈ അവസ്ഥയും കണ്ടീഷനും ഒക്കെ മാറും. ഒന്നുമില്ലെങ്കിലും അർച്ചനയെ പ്രസവിച്ച അമ്മയല്ലേ. അർച്ചനയെ കാണുമ്പോഴുള്ള അമ്മയുടെ മാനസികാവസ്ഥ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല സച്ചി. വക്കീല് പറഞ്ഞു ശരിയാ. പക്ഷേ 10 വർഷമായിട്ട് മകളെ കാണാതിരിക്കുന്ന അമ്മ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അത് സാധിക്കാൻ കഴിയാതെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാല് ആ കുറ്റബോധം എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. ഞാനൊരു കാര്യം ചെയ്യാം, ഗൂഗിൾ സാറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്തിന്? ഇടയ്ക്കൊക്കെ അവർ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ, അവിടെ എങ്ങാനും വെച്ച് അമ്മയ്ക്ക് കാണാനൊരു സൗകര്യം ഉണ്ടാക്കാൻ. സച്ചി വിഷമിക്കണ്ട, ഞാനത് ഡീൽ ചെയ്തോളാം. എന്നിട്ട് സച്ചിയെ വിളിച്ചു പറയാം. ആ ശരി. ശരി, ഞാൻ വൈകുന്നേരം വിളിക്കാം. ശരി. സുഗതൻ മേനോ ഇങ്ങനെ മറഞ്ഞിരിക്കാനും ആവശ്യമുള്ളപ്പോ പുറത്തു വരാനും അയാളെന്താ വല്ല മായാവിയോ മറ്റാണോ? അമ്മാവൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇങ്ങനൊരു കൂട്ടുകാരനെ പറ്റി ഞാൻ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. പിന്നെ ഏത് പാതാളത്തിൽ നിന്ന് അയാൾ ഇപ്പൊ എഴുന്നേറ്റ് വന്നത്? എനിക്ക് തോന്നുന്നത് ഈ സുഗതൻ മേനോൻ ആരുടെയോ ആയുധമാണെന്നാണ്. അയാൾക്ക് പിന്നിൽ കളിക്കുന്നത് മറ്റാരോ ആണ്. എനിക്കും ആ സംശയമുണ്ട്. ഒന്നുകിൽ രാജീവ് അല്ലെങ്കിൽ ഗോകുൽ. ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാവാനാണ് സാധ്യത. എന്റെ സംശയം ആ രാജീവ് സാറിനെയാണ്. അങ്ങനെ വെറുതെ സംശയിച്ചോണ്ട് എന്ത് കാര്യം? അതിനെന്തേലും ഒരു തെളിവ് കിട്ടണ്ടേ? അല്ല, അവർ രണ്ടുപേരിൽ മാഡത്തിനോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് രാജീവ് സാറിനാണല്ലോ. അത് ശരിയാ. ഒരു പോലീസുകാരന്റെ തലയിൽ മാത്രമേ ഇത്തരം ഒരു ബുദ്ധി പ്രവർത്തിക്കൂ. നേർക്ക് നേരെ ഒരു ശത്രു വന്ന് കൊല്ലാൻ നിന്നാ പോലും നമുക്ക് ധൈര്യമായിട്ട് നേരിടാം. ഒന്നുകിൽ മരിക്കാം, അല്ലെങ്കിൽ കൊല്ലാം. പക്ഷെ ഇത് അതുപോലെയാണോ? ഒരു പേര് മാത്രമല്ലേ ഉള്ളൂ. ഇയാൾക്കൊരു മുഖമില്ല, രൂപമില്ല, ആരാണെന്നുള്ളൊരു സൂചന പോലും ഇല്ല. ആ തള്ളയ്ക്കും മോൾക്കാണെങ്കിൽ അയാളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ആ ഗോകുലാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഈ കേസില് ഞാൻ പണി മേടിക്കും മൂർത്തി. എന്റെ മനസ്സങ്ങനെ പറയുന്നു. മാഡം, എത്ര പണം കൊടുത്തിട്ടായാലും അയാളെ ഒപ്പം നിർത്താൻ നമുക്ക് ഒരു ശ്രമം കൂടി നടത്തി നോക്കൂടെ? നടത്തണം, നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പാ. പണ്ട് രാജീവ് അന്വേഷിച്ച കേസ് പോലെ അല്ല ഇത്. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഇപ്പൊ ഈ കേസിലുണ്ട്. നല്ല ഒന്നാന്തരം കുരുക്ക അയാൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്നവനെ ജീവനോടെ വിട്ടതാ അബദ്ധമായി പോയത്. നിന്നൊക്കെ എന്തിനു കൊള്ളാം? മാഡം, അന്ന് അയാൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്.
ആ ഭാഗ്യം ഇപ്പോ ഒരു കാളസർപ്പത്തിന്റെ രൂപത്തിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? കോടതിയിൽ എന്നെ കീറി മുറിക്കാൻ കാത്തിരിക്കുക ആരതി സച്ചിയല്ല. ആ തെളിവുകൾ നശിപ്പിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല മാഡം. എന്തെങ്കിലും വളഞ്ഞ വഴി കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോകും. ശ്ശേ. ഈ നശിച്ച അമ്മാവൻ കാരണം എന്റെ മോളുടെയും ജീവിതം പോലും ഇല്ലാതാവും. എനിക്ക് തോന്നുന്നത് ഈ അമ്മായിയെ മോളെയും ഒന്നുകൂടി കാര്യമായി ചോദ്യം ചെയ്താൽ ഈ സുഗതൻ മേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്നാ. എനിക്ക് തോന്നുന്നില്ല മൂർത്തി. അന്നം തന്ന മോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? മോള് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. എങ്കി പറ, ആരായി സുഗതൻ മേനോൻ? അയാൾ എന്തിനാ അമ്മാവന്റെ കേസുമായിട്ട് പോകുന്നത്? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മോളെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുമായി ഒരു ബന്ധവും ഇല്ല. മോളി അമ്മായി പറയുന്നത് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞ മോള് വേണമെങ്കിൽ അമ്മായിയെ കൊന്നോ. എന്നാലും ഞങ്ങളിങ്ങനെ സംശയിക്കല്ലേ മോളെ. ഞങ്ങൾ വേണമെങ്കിൽ കോടതി വന്ന് മോൾക്ക് വേണ്ടി സാക്ഷി പറയാം. മോള് പറഞ്ഞാ മതി. തൽക്കാലം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ മറിച്ചാണ് സത്യം എന്ന് തെളിഞ്ഞാൽ പിന്നെ അമ്മയും മോളും ഈ ഭൂമുഖത്തുണ്ടാവില്ല. പൊയ്ക്കോ. ചായ നിങ്ങളോട് ആരാ ഇപ്പൊ ചായ ചോദിച്ചത്? കൊണ്ടുപോ.